ഞാനും ശരണി നല്ല സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ചെറുപ്പം മുതലേ അറിയുന്ന ആൾക്കാരാണ്. പിന്നെ 7 വർഷമായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലായിരുന്നു. ആഹ് അതിനുശേഷം ഞങ്ങൾ ഞങ്ങളെ ബന്ധം അറിഞ്ഞിട്ട് വീട്ടുകാർ ഞങ്ങളുടെ അടുത്ത് സംസാരിക്കരുത്, കാണരുത്, അങ്ങനെയൊക്കെ ഒരുപാട് ഉപദേശങ്ങളൊക്കെ തന്നിരുന്നു. ഞങ്ങളെ ഒരുപാട് വഴക്ക് പറഞ്ഞിരുന്നു. പിന്നെ നിർബന്ധിച്ചിട്ട് കല്യാണം കഴിപ്പിക്കാൻ വരെ ശ്രമിച്ചിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായതിന് ശേഷമാണ് ഞങ്ങൾ വീട് വിട്ട് ഇറങ്ങാൻ തീരുമാനിച്ചത്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിട്ട് വീട് വിട്ടിറങ്ങി ബാംഗ്ലൂരിലേക്ക് വന്നു. അതിനുശേഷം അവളുടെ അച്ഛൻ അവൾ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിരുന്നു. അത് സംബന്ധിച്ചിട്ട് അവളുടെ അച്ഛനും എൻ്റെ ബ്രദറും സഞ്ജയ് നഗർ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. അവിടെ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് 21 വയസ്സായി, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു ലെറ്റർ അവിടെ എഴുതി കൊടുത്തിരുന്നു കേരള പോലീസിന്. അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ചുപോയി. പിന്നെ അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം അവളുടെ അച്ഛൻ ഹേബിയസ് കോർപ്പസ് കൊടുത്തു. അവളുടെ പേർക്ക് ഹേബിയസ് കോർപ്പസ് കൊടുത്തു. അവളെവിടെ ഞാൻ തട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തിരുന്നത്. അത് സംബന്ധിച്ച് ഞങ്ങൾ കോർട്ടിൽ പോയിട്ട് അവിടുന്ന് അവളെന്നെ ഒരുപാട് നിർബന്ധിച്ചിട്ടും ട്രസ് ചെയ്തിട്ടുമാണ് അവിടുന്ന് അവളുടെ ഇഷ്ടപ്രകാരമല്ല അവള് പോരിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. അവരുടെ ശക്തമായ ട്രസ് കാരണമാണ് അവള് ആകെ മാനസികമായി തളർന്നിട്ടാണ് അവള് അവരെ വീട്ടുകാരുടെ കൂടെ പോയിരിക്കുന്നത്. അവള് പോയതിനു ശേഷം ഞാൻ അവിടെ ഒറ്റയ്ക്കാണ്. എനിക്ക് അവളെ വേണം. അവള് വരുന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഇവിടെ ഇരിക്കണത്. നീ അവിടെ എങ്ങനെ ഇരിക്കണ്ടോന്ന് എനിക്കറിയില്ല. നന്നായിട്ട് ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാൻ ഇല്ലാതെ അവൾ ഒരിക്കലും ജീവിക്കൂല. ഞങ്ങൾ പരസ്പരം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അവൾ തീർച്ചയായിട്ടും എൻ്റെ അടുത്തേക്ക് വരുമെന്ന് ഞാൻ വിചാരിക്കണം. ഞങ്ങളിവിടെ വന്നതിന് ശേഷം നല്ല സന്തോഷത്തിലാണ് ഞങ്ങളിവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അവൾ വരുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ അവളുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പറയുന്നുണ്ട്, ഞങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്കണമെന്ന്. അവളില്ലാതെ എനിക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. എന്നെയൊക്കെ കൂടുതൽ അവൾ അവിടെ വിഷമിക്കണ്ടാവും എനിക്കറിയാം. അവൾ തീർച്ചയായിട്ടും എൻ്റെ അടുത്തേക്ക് വരും. ഞാനിവിടെ തനിച്ചാവുന്ന അവൾക്കറിയാം. അപ്പോഴത്തെ സാഹചര്യത്തിൽ അവളങ്ങനെ പറഞ്ഞു പോകാതിരിക്കാം.
അവളെ എൻ്റെ കൂടെ ജീവിക്കാൻ അനുവദിക്കണം. അവളെ വീട്ടുകാരുടെ അടുത്ത് അപേക്ഷിക്കണം. അവളെ എനിക്ക് വേണം. എനിക്ക് അവളോട് സംസാരിക്കണം. ഞാനും ശരണ്യയും 7 വർഷം പ്രണയിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ വീട്ടുകാരെ എതിർത്തിട്ടും ഞങ്ങൾ എന്നും കാണുമായിരുന്നു, സംസാരിക്കുമായിരുന്നു, ഞങ്ങൾ ഫോൺ വിളിക്കുമായിരുന്നു. പിന്നെ എഴുത്തുകളിലൂടെയാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രണയം ഞങ്ങൾ അറിയിച്ചിരുന്നത്. അവളെ അതിനുശേഷം ഇപ്പോൾ അവളായിട്ട് എനിക്ക് കോണ്ടാക്ട് ചെയ്യാനും കാണാനും ഒന്നിനും പറ്റില്ല. അതുകൊണ്ട് നിങ്ങളായിട്ട് വേണം ഞാൻ പറയണത് അവളിലെത്തിക്കാൻ. അവളുടെ വിളിക്കാൻ ഞാൻ കാത്തിരിക്കുകയാണ്. അവൾ വിളിക്കുന്ന പ്രതീക്ഷയിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഞാനിവിടെ അവൾക്ക് വേണ്ടിയിട്ടാണ് ഇരിക്കണമെന്ന് നിങ്ങൾ അവളുടെ കാതുകളിൽ എത്തിക്കണമെന്ന് അപേക്ഷിക്കുന്നു. Constitutional morality should be the guiding principle in deciding rights of any individual. In the absence of such an attitude results in horrendous situations where people's rights are snatched away. We see in many cases of habeas corpus proceedings where women are concerned that the procedures are so oppressive that they are compelled to take decisions which not necessarily their choice. The atmosphere is very unfriendly, phenomenal amount of pressure, compulsion to meet the families which they wanted to move away from, moralistic attitudes, resulting in a situation where woman is forced to take decisions which she was opposed to, which she wanted to move away from. The procedures are very oppressive in the sense that they are inquired in public court with the full glare of the media, full glare of all the persons, particularly when one is making a statement that who is not following the set rules of the society. Those who oppose the customs, traditions, who go away from these situations, be it a love marriage, elopement, or moving away from violence, or taking their own decision, which certainly is not liked by many, they are forced to present their statement before many persons who believe in such values and systems.
Given the kind of situations the women are forced, I feel that it is denial of the right guaranteed under the Constitution. They are entitled to privacy. They are entitled to present their rights in their person, not in public glare. Why should there be a public glare? I think that's one of the reasons where we feel that the entire habeas corpus proceedings, in which by and large we see such situations, needs to be changed. There needs to be serious change in respect of introducing guiding principles in handling such situations. Matters be held in camera. The person who is called to make a statement or a detainee who is being inquired should be made feel that the atmosphere is very friendly, that a good counselor who is willing to talk, who ensures, assures, reassures the person that she is free to make some statement, certainly she would make a statement which would be beneficial to her interest. In the absence of such guiding principles, various methods employed by various courts has resulted in a number of cases where women are forced to take decisions which they would not necessarily like. We also have this issue that many a time we as human beings are compelled with our personal beliefs, traditions and customs, and those traditions, customs may not necessarily be agreeable to the kind of decisions taken by the person, particularly women who are before the court. I think there is a need that presiding officers, judges and the persons who are party to such proceedings, that an atmosphere which is healthy, an atmosphere which is free, an atmosphere where the person can feel confident of making statement need to be created. In the instant case, in the recent case which we had addressed in Kerala High Court, a girl was stared upon by a huge crowd of lawyers and other individuals and the media, and a young lady made some monosyllabic answers, and on the basis of such monosyllabic answers the matter was treated as closed. Was she making a free statement? We question. Was it right to push her to the family which she had opposed and moved away from because they were opposed to her way of living? We feel it was not right without there being supervision of some official of the court or an official or a person who is a counselor. I think the requirement we felt is that unless there is some a concrete, defined, well-defined guiding principles are necessary in handling these issues. If we fail to do that, there is every chance that women are given rights under the Constitution and various statutes, but they may not be able to secure the same for the reason that there are no principles, there are no set rules through which she can be assured that her voice be heard in absolute clarity. Sharanya and Shruti, two adult women from Kerala who are in love with each other, who wanted to live their life together in Bangalore, were prevented. That it happened through a court order. It's a very, very sad incident. There's nothing in our law that prevents an adult person, an adult woman, to live with whomever she wants, to get married or not to get married. Unfortunately, in Sharanya's case, that hasn't happened. Society doesn't seem to recognize the agency of women. Though the Constitution and our laws give equal rights to women and recognize the agency of women, but what happened in this case somewhere is very disturbing. The court seemed to have given only two choices for Sharanya, either to go with her parents or to go to a state home.
What was the third choice? Should have been given a choice that do you want to go back to Bangalore to live with your partner, that is Shruti. That choice was not given. And also in a case like this, allowing her parents and family to spend almost 3 hours time with her without any neutral person, without any observation, without any supervision is wrong. We don't know what kind of pressure she went through with her parents, with the family members, under what pressure she has to say yes to going with them. It's very disturbing. I think it all shows that actually somewhere the courts have to be more sensitive to the rights of women, and courts have to respect the rights of women. And how can women's rights be protected when women do not have a free space, sensitive space where they can express themselves, where they can say what they wanted to say. Also, while the petition, habeas corpus petition of Sharanya's father says that she was kidnapped by Shruti, but again the court doesn't even inquire about the kidnap charges. Why is it? Again, it was told that Sharanya didn't know about the contents of the affidavit that was filed in the Kerala High Court. Then why didn't the court go by the contents of the affidavit, line by line, to ask Sharanya whether she agrees with it or doesn't agree with it? Not doing this clearly shows that somewhere the judiciary is not sensitive enough. There has to be more sensitivity so that actually women's rights are protected. And also, I think the biggest problem is the courts have to be guided by the constitutional morality. Courts should not be guided by public morality or whatever people individually feel, personally feel. The courts have to be guided only by the constitutional morality, and only then we'll get justice. And if the courts go by constitutional morality, they'll make sure that every person who comes to the court is able to express themselves freely, so that the women, children, or any marginalized section, they're able to express themselves. This can only happen when the courts are sensitive to these issues. Yeah, love is a natural phenomena, and it's not a crime to love a person. And love doesn't see what is the gender of the other person, what is the caste of the other person, what is the economic status of the other person, what is the religion of the other person. People love irrespective of social differences, economic differences, gender differences. And when parents file habeas corpus petition to get their daughters back, that time is extremely important, that there is enough free space and sensitivity so that actually the women can tell in the court openly that they love somebody and they want to be with that person, and they can only say it if the environment is conducive for it, if there is a enabling environment. If the court environment is not enabling, then a lot of lovers will separate. It will cause a lot of harm to so many people. And why should they be separated? Just because they are of the same gender, or just because they are of different religions, or just because they are of different caste backgrounds or different economic backgrounds. We don't want to see couples breaking up because society doesn't accept it and courts are not sensitive enough.